വളർത്തുനായയുമായി ഡോക്ടർ ആശുപത്രിയിലെത്തിയ സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വളർത്തുനായയുമായി ഡോക്ടർ ആശുപത്രിയിലെത്തിയ സംഭവത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. RMO ഡോക്ടർ ദിവ്യരാജനാണ് വളർത്തുനായയുമായി ആശുപത്രിയിലെത്തിയത്. ഇതിന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നായയെ ആശുപത്രിക്ക് അകത്ത് പ്രവേശിപ്പിച്ച നടപടി ശരിയായി കാണുവാൻ കഴിയില്ല. രോഗികളും ആരോഗ്യ പ്രവർത്തകരും തികഞ്ഞ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഡോക്ടർ വളർത്തുനായയുമായി എത്തിയത് മര്യാദ ലംഘനമെന്നാണ് പരാതിയിൽ പറയുന്നത്. രോഗികൾക്ക് മാത്രമല്ല വളർത്തുനായയ്ക്കും ഇത് നല്ലതല്ലെന്നും ഡോക്ടർ എന്ന നിലയിൽ പോലും വേണ്ട ശ്രദ്ധ കൈക്കൊണ്ടില്ലെന്നതും വിമർശനമുണ്ടാക്കി. അവധി ദിവസം നായയെ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓഫീസിൽ എത്തിയതാണെന്നാണ് ഡോക്ടർ ദിവ്യരാജൻ പ്രതികരിച്ചത്. ഗ്രൂമിങ്ങിനായി കൊണ്ടുപോയി മടങ്ങുമ്പോഴാണ് ആശുപത്രിയിൽ കയറിയത്. വാഹനത്തിൽ നായയെ ഇരുത്തി പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഒപ്പം കൂട്ടിയതെന്നും ദിവ്യരാജൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.